ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ടപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള നമ്മുടെ 12 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫറാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഒരു സബ് വൂഫറിന് എത്രയാണോ കറക്റ്റായിട്ടുള്ള ഒരു പെട്ടിയുടെ സൈസ് വരുന്നത്, ആ ഒരു സൈസിലേക്ക് നമ്മളെ കയ്യിലുള്ള ഈ പെട്ടി നമ്മൾ മാറ്റാൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ ഈ സൗണ്ട് വരാന്തന്മാരായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഈ ബാസ് എത്ര കിട്ടിയാലും മതിയാവില്ല. അതേ രീതിയിലുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനും നിൽക്കുന്നത്. അതായത് ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു എഫക്റ്റ് ഇപ്പോൾ എൻ്റെ ഈ ഒരു സബ് വൂഫറിൻ്റെ ബോക്സിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടൊരു ഭൂമിയായിട്ടുള്ള ടൈപ്പിലുള്ളൊരു ബേസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഭൂമി എഫക്റ്റിക്ക് കൂടുതൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇതിങ്ങനെ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പഞ്ച് വേണം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള 12 ഇഞ്ചിൻ്റെ സബ് വൂഫറിൻ്റെ നെറ്റിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടും അതേപോലെ ഗൂഗിൾ ജെമിനിയിലും എല്ലാം സെർച്ച് ചെയ്തിട്ട് ഞാൻ ഏകദേശം അത്യാവശ്യം ആപ്റ്റ് ആയിട്ടുള്ളൊരു സൈസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈസിലേക്ക് നമ്മൾ നമ്മുടെ ഈ പെട്ടീനെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ വീഡിയോ ഒന്ന്. അപ്പോൾ എയർ വെൻറ്റ് എൽപോർട്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ PVCയുടെ എയർ വെൻറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മൾ ഈ ഒരു എയർ വെൻറ്റിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, എയർപോർട്ടിൻ്റെ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അതായത് ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ലെവലിലേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അതേപോലെ തന്നെ ഏകദേശം ആ എയർ വെൻറ്റിൻ്റെ എൽ ഷേപ്പ് ഏകദേശം ഇത്ര ദൂരത്തേക്കാണ് വരുന്നത്. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സൈസ് ബോക്സ് കുറഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ബോക്സ്, ഇതിൽ തന്നെ ബോക്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ചെയ്യുന്ന ബോക്സിൽ നമ്മൾ എയർ വെൻറ്റ് എൽപോർട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, പൈപ്പ് വെച്ചിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെ കാര്യങ്ങളാണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നൈറ്റിലാണ് ചെയ്യണത്. കാരണം നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ രീതിയിലുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണമാണ് നൈറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലോത്തും കാര്യങ്ങളൊന്നും അതിൻ്റെ റിമൂവ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തൊന്നും നമുക്കത് റിമൂവ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അത് കാരണമാണ് ഞാൻ ഒരു രീതിയിൽ ഇതേ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് രണ്ടാമത് അത് ക്ലോത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോള് ഞാൻ ഓർഡർ ഇട്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ആ ഒരു PVCയുടെ ഏകദേശം സൈസ് നോക്കിയിട്ട് കണക്കാക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇത് ഞാൻ നമ്മുടെ ഒരു ഷോപ്പിൽ, കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ അടുത്ത് റൗണ്ട് കട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പക്കയായിട്ടുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു കട്ടിങ് കിട്ടണം. എന്നാലാണ് ആ കറക്റ്റായിട്ട് ആ ഒരു അത്രയും എയർ ടൈറ്റ് ആയിട്ട് ആ സാധനം ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ PVCയുടെ എയർ വെൻറ്റ് വയ്ക്കാനുള്ള ഹോൾ ഇട്ടിട്ടുള്ള ഭാഗം ഇതിൽ നിന്ന് തന്നെ ബാലൻസ് വന്നിട്ടുള്ള ഒരു കഷ്ണം തന്നെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അഡീഷണലായിട്ട് നമുക്കൊന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമ്മൾ PVC പൈപ്പിൻ്റെ 3 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഇതേ രീതിയിലാക്കണം, 2 സൈഡ് ആക്കണം. എന്നാലാണ് അത് വൃത്തിക്ക് നമുക്ക് കൃത്യമായിട്ട് ആ എയർ വെൻറ്റിൻ്റെ ഒരു ഷേപ്പും അതേപോലെ തന്നെ മാക്സിമം എയർ സക്ക് ചെയ്യാനുള്ള ഒരു ടൈപ്പായിട്ട് മാറുള്ളത്. ഞാനിപ്പോൾ അത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടാനും അതേപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൻ്റെ സൈസ് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ സബ് വൂഫറിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ അത് രണ്ടെണ്ണമാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടെ ഒക്കെ അത്യാവശ്യം ഫെവിക്കോൾ ഇത് വെച്ചിട്ട് ഈ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയറായിട്ട് അടയ്ക്കാം. ക്ലിയറായിട്ട് കണ്ടോ ഇന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വേറെ പശയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫെവിക്കോൾ എല്ലാം കൃത്യമായിട്ട് എല്ലാ ഗ്യാപ്പും കൂടി നല്ല രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എയർ ടൈറ്റ് ആവും. ഒരുവിധം എല്ലാം പേപ്പർ ഒട്ടിച്ച് ഫുള്ളായിട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മൾക്ക് നമ്മുടെ റോള് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ഈ ഒരു ബ്ലാക്ക് ക്ലോത്ത് ഉള്ള കാരണം തന്നെ അത്യാവശ്യം ടൈറ്റിൽ സാധനം നിൽക്കും. അതുകൊണ്ട് എയർ ലീക്കാവാൻ ചാൻസ് വളരെ കമ്മിയാണ്. രീതിയിലാണ് നമുക്ക് ഫിനിഷിങ് വരിക. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ സാധനം നിൽക്കുന്നുണ്ട്.
നമ്മുടെ ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വയറിങ് കാര്യങ്ങളൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ട് ഏകദേശം ഇട്ടിട്ടുണ്ട്. അതേപോലെ ബനാന സോക്കറ്റ് നമ്മൾ ബാക്കിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഒരു സബ് വൂഫർ പോളാരിറ്റി കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതെന്തായാലും നമ്മൾ ബ്ലാക്ക് ഒട്ടിച്ചിട്ട് അതിൻ്റെ മൈനസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പോർട്ടിൻ്റെ ലെങ്ത്ത് ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ബോക്സിൻ്റെ സൈസ് ഞാൻ ഏകദേശം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പോർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം 10 ഇഞ്ചിൻ്റെ അടുത്താണ് നമുക്ക് പോർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഉണ്ടാവും ഏകദേശം കേട്ടോ 10 ഇഞ്ചിൻ്റെ അടുത്താണ് നമുക്ക് പോർട്ടിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ അതിലൊരു ബ്ലാക്ക് അടിക്കണമെന്ന് വിചാരിച്ചു സ്പ്രേ പെയിൻ്റ് കൊണ്ട്. പിന്നെ അതൊരു വൃത്തി തോന്നിയപ്പോൾ പിന്നെ അത് അങ്ങനെ ഇട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ബോക്സിൻ്റെ സൈസ് ഞാൻ മൊത്തമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബോക്സിൻ്റെ ഡെപ്ത് വരുന്നത് ഏകദേശം നമുക്ക് 17 ഇഞ്ചാണ് വരുന്നത്. അതേപോലെ നമ്മുടെ വിഡ്ത്ത് വരുന്നത് ഏകദേശം 15 ഇഞ്ചാണ്. അതേപോലെ ഹൈറ്റ് വരുന്നത് ഏകദേശം നമുക്ക് ഇതേപോലെ തന്നെ 15 ഇഞ്ചാണ് നമുക്ക് ഹൈറ്റും വരുന്നത്. ഇതേ രീതിയിലാണ് നമുക്ക് ബോക്സിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചിട്ട് ഏകദേശം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സൈസാണ്. ഇതാണ് കറക്റ്റ് ആക്യുറേറ്റ് സൈസ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ഒരു പഴയ ഉണ്ടായിരുന്ന ബോക്സ് നമ്മൾ കൺവേർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാസ് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് ആ ബൂംനെസ് ഒക്കെ പോയി. കാരണം ബൂ പറഞ്ഞിട്ടുള്ള ചില സമയത്തുള്ള ബൂംനെസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പഞ്ചായിട്ടുള്ള ഒരു എഫക്റ്റ് തന്നെയാണ് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. നമ്മളെ എൽ പോർട്ട് മാറ്റിയിട്ട് നമ്മൾ ഇതേ രീതിയിലുള്ള നമ്മുടെ PVC-യുടെ പോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ ഉണ്ടായിരുന്ന ബോക്സ് ഏകദേശം ഒരു 15 ഇഞ്ച് സൈസിൽ സബ് വൂഫറിന് പാകാവുന്ന രീതിയിലുള്ള ഒരു സൈസാണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 12 ഇഞ്ചായ അറൗണ്ടാണ് തോന്നുന്നു ആ ബൂംനെസ് കൂടുതൽ കിട്ടിയത്. കാരണം വലിപ്പം നമ്മുടെ ബോക്സിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് ഇടി മൈനസായി പോകും. കാരണം ബൂംനെസ് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനൊരു വിഷയമുണ്ട്. ബോക്സിൻ്റെ സൈസ് കൂടി കഴിഞ്ഞെന്ന് വെച്ചാൽ കറക്റ്റ് ആക്യുറേറ്റുള്ള സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഞ്ചും നമുക്ക് നല്ല വെയിറ്റുള്ള ബാസും നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു മടുപ്പ് തോന്നും. നമുക്ക് പാട്ട് കേൾക്കുമ്പോഴും അതേപോലെ സിനിമ കാണുമ്പോഴൊക്കെ ഒരു ബൂംനെസ് കൂടുതൽ കയറി വന്നിട്ട് വെച്ചാലേ നമുക്ക് പെട്ടെന്ന് മടുക്കും, തലവേദനയൊക്കെ എടുക്കണ പോലെ തോന്നും. ഇതാകുമ്പോൾ ആ ഒരു വിഷയം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറേ നേരം പാട്ട് കേട്ടു, ഒരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഫക്റ്റും അതേപോലെ നമുക്ക് തലവേദന ഇല്ലാത്ത രീതിയിലുള്ളൊരു എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ റീസൈസ് ചെയ്തിട്ട് ഇതേ രീതിയിലാക്കിയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അങ്ങനെയാണ് ഏകദേശം നമ്മുടെ എയർ റോള് മോൾ ഭാഗത്തേക്കായിട്ടാണ് സബിൻ്റെ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഗ്ലോവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി സബ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാനൊരു പാട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഏകദേശം ഇതിൻ്റെ ഫുള്ള് വർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത്യാവശ്യം കണ്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൻ്റെ ബാസ് ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒരു പാട്ട് ഏകദേശം കേൾപ്പിച്ച് കാണിച്ചു തരാം. ഏകദേശം ഇതിൻ്റെ ഒരു എഫക്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റിൻ്റെ വ്യത്യാസമാണ് നമുക്ക് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മുടെ ഈ സൗണ്ട് ബാർ ആയാലും പഴയ ഹോം തിയേറ്ററുകളായാലും അതിൻ്റെ സബ് വൂഫറിൻ്റെ ബോക്സൊക്കെ വളരെ ചെറുതായിരിക്കും. അതേപോലെ സബ് വൂഫറിൻ്റെ വലിപ്പം വളരെ ചെറുതായിരിക്കും. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും. അതായത് ആ ഒരു അത്രയും ചെറിയ ഒരു ഊഫറിൽ നമുക്ക് അത്രയും വലിയ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അതൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ അതിൽ ആ ഒരു പെട്ടിയുടെ സൈസാണ്. അതായത് ഇതിലുള്ള അതിൻ്റെ TS പാരാമീറ്റേഴ്സൊക്കെ കണക്കാക്കിയിട്ട് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആയ കാരണമാണ് അതിന് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സബ് വൂഫർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോക്സും അതേപോലെ തന്നെ അതിന് ഡിസൈൻ ചെയ്യുന്ന പോർട്ടും വളരെ അതുമായിട്ട് അതിൻ്റെ എഫക്റ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ വെറുതെ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ബോക്സ് നമ്മൾ അതിന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത്ര എഫക്റ്റ് കിട്ടില്ല. എനിക്ക് പഴയതിനേക്കാളും ഒരുപാട് വ്യത്യാസം രീതിയിലുള്ളൊരു എഫക്റ്റാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത് എനിക്ക് വളരെ രീതിയിലുള്ളൊരു ഭൂമിയായിട്ടുള്ളൊരു ബാസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ വളരെ രീതിയിലുള്ളൊരു പഞ്ചായിട്ട് നമ്മളെ നെഞ്ചൊക്കെ ഇടിക്കുന്ന രീതിയിലുള്ളൊരു എഫക്റ്റാണ് എനിക്കിപ്പോൾ ഈ ഒരു ഊഫറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്രത്തോളം നമുക്ക് ഫോണിൽ എത്രത്തോളം അത് മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.